بسم الله الرحمن الرحيم وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين ولقد جاءكم موسى بالبينات ثم اتخذتم العجل من بعده وأنتم ظالمون وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉപദേശിക്കുകയും ഉണർത്തുകയുമാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ മനസ്സിലാക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് തൗഹീദിൽ നിന്ന് ബാബു ഖൗലില്ലാഹി തആല ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലു മാദാ ഖാല റബ്ബുക്കും ഖാലുൽ ഹഖ് വഹുവൽ അലിയ്യുൽ കബീർ എന്ന അധ്യായമാണ്. പ്രസ്തുത അധ്യായത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്ത് സബയിലെ 23-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗം, അതാണ് നമ്മളിവിടെ ഈ അധ്യായത്തിൻ്റെ പേരായിട്ട് കേട്ടത്. ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലു മാദാ ഖാല റബ്ബുക്കും ഖാലുൽ ഹഖ് വഹുവൽ അലിയ്യുൽ കബീർ. ഈ ഭാഗവും പിന്നീട് 2 അസറുകളുമാണ് നൽകിയിട്ടുള്ളത്. കിതാബ് തൗഹീദിൽ
ഈ ഒരു അധ്യായം നൽകപ്പെടുവാൻ കാരണം, ഈ അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സമ്പൂർണതയുടെ മുഴുവൻ വിശേഷണങ്ങളും അർഹിക്കുന്നവൻ ആണ് എന്നത് അറിയിക്കുന്നു. മാത്രമല്ല സമ്പൂർണതയുടെ എല്ലാ വിശേഷണങ്ങളും അർഹിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിൻ്റെ പടപ്പുകൾ അവർ ആരായാലും അവർ സമ്പൂർണരല്ല, അവരിൽ കുറവുകളുണ്ട്. കാരണം ഈ അധ്യായത്തിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച അള്ളാഹുവിൻ്റെ മലക്കുകളെക്കുറിച്ച് അവർ തന്നെയും അള്ളാഹുവിന് ഭയചകിതരായി ഭയപ്പെട്ട് കഴിയുന്നവരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പൂർണ്ണത അള്ളാഹുവിന് മാത്രമാണ്. പടപ്പുകൾ അവർ ആരായാലും അവർ സമ്പൂർണരല്ല. അതുകൊണ്ട് തന്നെ സമ്പൂർണനായവൻ ആരോ അവനാണ് അടിയാറുകളുടെ ഇബാദത്തിന് അർഹൻ. അവന് മാത്രമാകുന്നു പൂർണ്ണതയുടെ വിശേഷണങ്ങളും മഹത്വത്തിൻ്റെ സിഫത്തുകളും ഉള്ളത് എന്നുള്ളതാണ്. സൂറത്ത് സബയിലെ 23-ാമത്തെ ആയത്ത്, ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും ഖാലുൽ ഹഖ് വഹുവൽ അലിയുൽ കബീർ. ഇവിടെ ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഭയം നീങ്ങിയാൽ. ഇവിടെ അവരുടെ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം മലക്കുകളാണ്. മലക്കുകളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഭയപ്പാട് നീങ്ങിയാൽ ഖാലു മാദാ ഖാല റബ്ബുക്കും, അവർ ചോദിക്കും നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഖാലുൽ ഹഖ്, അപ്പോൾ അവർ ചില മലക്കുകളോട് പറയും സത്യത്തിൻ്റെ വചനമാകുന്നു അള്ളാഹു പറഞ്ഞത്. വഹുവൽ അലിയുൽ കബീർ, വഹുവ അള്ളാഹു അൽ അലി, അള്ളാഹു അത്യുന്നതനാകുന്നു, അൽ കബീർ അള്ളാഹു വലിയവനുമാകുന്നു എന്ന് പറയുമെന്നാണ്. അപ്പോൾ ഇവിടെ ഈ ആയത്തിൻ്റെ തുടക്കം എന്താ? തുടക്കഭാഗം വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹ്, അള്ളാഹുവിങ്കൽ ഷഫാഅത്ത് ഉപകരിക്കുകയില്ല അള്ളാഹു ആർക്ക് അനുവാദം കൊടുത്തോ അവർക്കല്ലാതെ എന്നാണ്. അപ്പം അള്ളാഹു അല്ലാത്തവരുടെ പടപ്പുകളിൽ അള്ളാഹുവിങ്കൽ ശുപാർശ പറയുമെന്ന് പ്രതീക്ഷിച്ച് അവരെ ആരാധിക്കുന്ന മഅബൂദാത്തുകൾ അവർക്ക് ഷഫാഅത്ത് നിർവഹിക്കുവാനാവുകയില്ല. അള്ളാഹുവിങ്കൽ ഷഫാഅത്ത് നിർവഹിക്കുന്നവർ അള്ളാഹു തൃപ്തിപ്പെട്ട അനുവാദം നൽകിയവരാണ് എന്നുള്ള ആശയം അള്ളാഹു പറയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിങ്കൽ ഷഫാഅത്ത് പറയാൻ അർഹരാരാ? അർഹർ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവരാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവരിൽ ഒരു കൂട്ടരാണ് മലക്കുകൾ. ആ മലക്കുകളുടെ സ്വഭാവം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താ? മലക്കുകൾ തന്നെ അള്ളാഹുവിന് ഭയപ്പാടിലാണ് കഴിയുന്നത്, അള്ളാഹുവിനെ പേടിച്ചാണ് കഴിയുന്നത്. അതാണ് ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, അവരുടെ ഭയപ്പാട് നീങ്ങിയിട്ടുണ്ട് എങ്കിൽ ഖാലു മാദാ ഖാല റബ്ബുക്കും, മലക്കുകൾ പറയും നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഖാലുൽ ഹഖ്, ചോദിക്കപ്പെട്ട മലക്കുകൾ പറയും സത്യത്തിൻ്റെ വചനമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മലക്കുകൾ അള്ളാഹുവിനുള്ള ഖൗഫിലും അള്ളാഹുവിനുള്ള പേടിയിലുമാണ് എന്നുള്ളത് ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മറ്റ് സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരുടെ മീതെ അവർ തങ്ങളുടെ റബ്ബിനെ ഭയക്കുന്നവരാകുന്നു. മലക്കുകൾ ഖൗഫ് എന്ന സിഫത്തുള്ളവരാകുന്നു, പടച്ചതമ്പുരാനെ പേടിക്കുക എന്നുള്ള വിശേഷണം അവർക്കുണ്ട്. അതേപോലെ തന്നെ വല്ലദീനഹും വഹും മിൻ ഖശിയത്തി റബ്ബിഹി മുഷ്ഫിഖൂൻ, റബ്ബിനോടുള്ള പേടിയാൽ അവർ ഭയചകിതരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇതും മലക്കുകളുടെ വിശേഷണമാണ്. അപ്പോൾ പടച്ചതമ്പുരാനെ ഭയന്ന് കഴിയുക എന്നുള്ളത്
മലക്കുകളുടെ പ്രത്യേകതയാണ്. അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ള മഹത്തായ ഇബാദത്ത് നിർവഹിക്കുന്നവരാകുന്നു മലക്കുകൾ. കാരണം അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ മഹത്വം അറിയാം, അള്ളാഹുവിൻ്റെ കെൽപ്പറിയാം, അള്ളാഹു ആരെന്ന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിനുള്ള പേടിയിലും ഭയപ്പാടിലുമാകുന്നു ജീവിക്കുന്നത്. തുടർന്ന് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയിൽ വന്ന ഒരു ഹദീസാണ് ഈ അധ്യായത്തിൽ നൽകുന്നത്. ഇൻഷാ അല്ലാഹ് ഖൗഫുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും ഈ ഭാഗം 2 അസറുകൾ പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് വരാം. വഫി സഹീഹ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. വഫി സഹീഹ്, സഹീഹിലുണ്ട്, സഹീഹുൽ ബുഖാരിയിൽ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖദല്ലാഹുൽ അംറ ഫിസ്സമാ, അല്ലാഹു ആകാശത്തിന് മീതെ ഒരു കാര്യം തീരുമാനിച്ചാൽ, ضربت الملائكة بأجنحتها خضعانا لقوله, അള്ളാഹുവിൻ്റെ വിധിക്ക്, കൽപ്പനക്ക്, വാക്കിന് വഴിപ്പെട്ട് മലക്കുകൾ അവരുടെ ചിറകുകൾ അടിക്കും. കഅന്നഹു സിൽസിലത്തുൻ അലാ സഫ്വാനിൻ, മലക്കുകൾ അവരുടെ ചിറകുകൾ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അത് സഫ്വാനിൽ എന്ന് പറഞ്ഞാൽ മിനുസമുള്ള പാറയിൽ ചങ്ങല വലിക്കുന്നത് പോലെയുള്ള ശബ്ദമാകുന്നു. യംഫുദുഹും ദാലിക്, ആ വാക്ക് അത് മലക്കുകളിലേക്ക് ചെന്നെത്തും. മലക്കുകളിലേക്ക് ചെന്നെത്തിയാൽ ഹത്ത ഇദ ഫുസിഅ അൻ ഖുലൂബിഹിം, മലക്കുകളുടെ ഖൽബിൽ നിന്ന്, ഹൃദയങ്ങളിൽ നിന്ന് ഭയപ്പാട് നീങ്ങിയാൽ, ഖാലു, മലക്കുകൾ പറയും, മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, വിധി, വാക്ക് കേട്ട മലക്കുകളോട് മറ്റു മലക്കുകൾ പറയും, അവരുടെ ഭയപ്പാട് നീങ്ങിയാൽ എന്താണ് റബ്ബ് പറഞ്ഞത്. ഖാലു, അപ്പോൾ മലക്കുകൾ പറയും, അൽ ഹഖ്, ഹക്കായ ഖൗൽ, വചനമാകുന്നു അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. വഹുവൽ അലിയുൽ കബീർ, അള്ളാഹു അൽ അലിയാണ്, അൽ കബീറാണ്, അത്യുന്നതനും മഹാനുമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫയസ്മഉഹാ മുസ്തരിഖുസ് സം, അപ്പോൾ മലക്കുകൾ മറ്റു മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഹക്കിൻ്റെ വചനത്തെ പറയുമ്പോൾ, ഫയസ്മഉഹാ, അതിനെ കേൾക്കും, മുസ്തരിഖുസ് സം, കട്ട് കേൾക്കുന്നവൻ. മുസ്തരിഖുസ് സം എന്ന് പറഞ്ഞാൽ വാർത്ത കട്ട് കേൾക്കുന്നവൻ. വമുസ്തരിഖുസ് സം ഹാകദാ ബഅദുഹു ഫൗഖ ബഅദ് വസഫഹു സുഫിയാൻ ബികഫിഹി ഫഹറഫഹ വബദ്ദദ ബൈന അസാബിഇഹി. അഥവാ എങ്ങനെയാണ് കട്ട് കേൾക്കുന്നവൻ ഈ വാക്ക് കട്ട് കേൾക്കുന്നത്? സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു തൻ്റെ കഫ്, മുൻകൈ ചേർത്ത് വെച്ച് അത് ചെരിച്ച് വിരലുകൾ അകറ്റിക്കൊണ്ട് അദ്ദേഹം കാണിച്ചു എന്നാണ്. മലക്കുകൾ, ഈ കട്ട് കേൾക്കുന്നവർ ഒരാൾക്ക് മീതെ മറ്റൊരാൾ എന്ന നിലക്കാണ്. മുസ്തരിഖുസം ഹാകദാ ബഅദുഹും ഫൗഖ ബഅദ്, ചിലർ ചിലർക്ക് മീതെയാണ്. എന്നിട്ട് അദ്ദേഹം തൻ്റെ കൈ ചെരിച്ച് വിരലുകൾ വിടർത്തി കാണിച്ചു കൊടുത്തു എന്നാണ് സുഫിയാൻ ഇബ്നു ഉയൈന. അതാണ് ഇവിടെ ഹദീസിന്റെ റിവായത്തിലുള്ളത്. വമുസ്തരിഖുസ് സം ഹാകദാ ബഅദുഹു ഫൗഖ ബഅദ്, വാർത്ത കെട്ട് കേൾക്കുന്ന ആളുകൾ, അവർ ചിലർ ചിലർക്ക് മീതെയാകുന്നു. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു റഹിമഹുല്ല തൻ്റെ കഫ് ഒന്നൊന്നിന് മുകളിൽ വെച്ചിട്ട് വിരൽ വിടർത്തി ചെരിച്ചങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാണ്. ഇവിടെ മുസ്തരിഖുസ് സം എന്ന് പറഞ്ഞാൽ വാർത്ത കെട്ട് കേൾക്കുന്നവൻ ആരാ? അത് പിശാചുക്കളാണ്. പിശാചുക്കൾ ഒരാൾക്ക് മീതെ എന്നോണം ആകാശത്തിലേക്ക് അട്ടിയിട്ട് വർത്തിക്കുകയും എന്നിട്ട് ഏറ്റവും മീതെയുള്ള ആളുകളാണ് ഈ വാർത്ത കട്ട് കേൾക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഈ കട്ട് കേൾക്കുന്ന
പിശാചുക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വലഖദ് ജഅൽനാ ഫിസ് സമാഇ ബുറൂജൻ വസയ്യനാഹാ ലിന്നാദിരീൻ വഹഫിദ്നാഹാ മിൻ കുല്ലി ശൈത്താനിർ റജീം ഇല്ലാ മൻ ഇസ്തറഖ സം ഫഅത്ബഅഹു ശിഹാബും മുബീൻ. അവിടെ വാർത്ത കേൾക്കുന്ന പിശാചുക്കൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ തീജ്വാല അല്ലെങ്കിൽ ഉൽക്ക പിടികൂടും, പിന്നെ അല്ലെങ്കിൽ പിന്തുടരും എന്നൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഏതായാലും ഇതാണ് വാർത്ത കേൾക്കുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഉണർത്തുന്നത്. ഏതായാലും ഇങ്ങനെ പിശാചുക്കൾ ഇത് കേൾക്കും. അതിനെക്കുറിച്ച് പറയുന്നത് ഫയസ്മഉൽ കലിമത ഫയുൽഖീഹാ ഇലാ മൻ തഹ്തഹു. മീതെയുള്ള ഈ വാർത്ത കേൾക്കുന്ന പിശാച് മലക്കുകൾ ഒരാൾക്ക് ഓതുന്ന ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തോട് പറഞ്ഞു കൊടുക്കുന്ന ആ വചനത്തെ ഫയസ്മഉൽ കലിമ അതിനെ കേൾക്കും. എന്നിട്ട് ഫയുൽഖീഹാ ഇലാ മൻ തഹ്തഹു തൻ്റെ താഴെയുള്ളവരിലേക്ക് ഈ കേൾക്കുന്ന ശൈത്താൻ അത് നൽകും. സുമ്മ യുൽഖീഹാ അൽ ആഖർ ഇലാ മൻ തഹ്തഹു എന്നിട്ട് മറ്റേയാൾ തൻ്റെ താഴെയുള്ളവരിലേക്ക് അതിനെ കൈമാറും, നൽകും. ഹത്താ യുൽഖീഹാ അൻ ലിസാനി സാഹിരി അവിൽ കാഹിൻ. എന്നിട്ട് എന്ത് ചെയ്യും? ജ്യോത്സ്യൻ്റെയും മാരണക്കാരൻ്റെയും നാവിലേക്ക് ആ ശൈത്താൻ അതിനെ ഇട്ടുകൊടുക്കും. ഫറുബ്ബമ അദ്റകഹു ശിഹാബ് ഖബ്ല അൻ യുൽഖിയഹാ. ചിലപ്പോൾ ഷിഹാബ് തീജ്വാല ഈ ശൈത്താൻ അത് ഇട്ടുകൊടുക്കുന്നതിന് മുമ്പ് ആ ശൈത്താനെ പിടികൂടും. വറുബ്ബമ അൽഖാഹ ഖബ്ല അൻ യുദ്രികഹു. ചിലപ്പോൾ ഈ ശൈത്താൻ അതിനെ തൻ്റെ താഴെയുള്ളവരിലേക്ക് അല്ലെങ്കിൽ മാരണക്കാരന് ജ്യോത്സ്യന് ഇട്ടുകൊടുക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ തീജ്വാല പിടികൂടും. ചിലപ്പോൾ എന്ത് ചെയ്യും? തീജ്വാല പിടികൂടുന്നതിന് മുമ്പായിട്ട് ഇട്ട് കൊടുക്കും. അതാണ് വറുബ്ബമ അൽഖാഹ ഖബ്ല അൻ യുദ്രികഹു. ഈ തീജ്വാല ഈ പിശാചിനെ പിടികൂടുന്നതിന് മുമ്പായിട്ട് പിശാച് ഇട്ട് കൊടുക്കൽ നിർവഹിച്ചിട്ടുണ്ടാകും. ഫയക്ദിബു മഅഹാ മിഅത കദിബ. കട്ടുകേട്ട ഈ വാർത്തയോടൊപ്പം ഈ മാരണക്കാരൻ ജ്യോത്സ്യൻ 100 കളവുകൾ പറയും. ഫയുഖാൽ അലൈസ ഖദ് ഖാല ലനാ യൗമ കദാ വകദാ കദാ വകദാ. അപ്പൊ മാരണക്കാരന്റെ പ്രത്യേകത എന്താ? ശൈത്താൻ ഇട്ടുകൊടുക്കുന്ന ഈ വചനം അത് സ്വീകരിച്ചിട്ട് അതിലേക്ക് 100 കളവുകൾ ചേർക്കും. അങ്ങനെ പറയപ്പെടും, മരണക്കാരൻ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഇന്നിന്ന ദിവസങ്ങളിൽ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയപ്പെടും. അങ്ങനെ ഫയുസദ്ദഖു ബിതിൽകൽ കലിമത്തില്ലതി സുമിയത്ത് മിനസ് സമാ. ആകാശത്തിൽ നിന്ന് കേൾക്കപ്പെട്ടതായ ആ കലിമത്തിൻ്റെ പേരിൽ ഈ ജ്യോത്സ്യൻ സത്യപ്പെടുത്തപ്പെടും അവൻ്റെ 100 കളവുകളിൽ. കാരണം എന്താ? മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നത് ഹക്കാണ്, ഇവിടെ നടമാടാൻ പോകുന്ന കാര്യമാണ്. അത് ഈ ജ്യോത്സ്യൻ പറയും. കാരണം കേൾക്കുന്ന ശൈത്താന്മാർ കൊണ്ടുവന്ന് ഇട്ടുകൊടുത്താണ്, പറഞ്ഞു കൊടുത്താണ്. ആ വചനത്തിൻ്റെ പേരിൽ മാരണക്കാരൻ അതിനോട് ചേർത്ത് പറയുന്ന 100 കളവുകൾ, ആ 100 കളവുകൾ എന്ത് ചെയ്യും? അതിൽ ഈ മാരണക്കാരൻ സത്യപ്പെടുത്തപ്പെടും. അപ്പോ 100 കളവുകൾ അതിലെന്ത് ചെയ്ത് മാരണക്കാരൻ സത്യപ്പെടുത്തപ്പെടുകയാണ്. അങ്ങനെയാണ് മാരണക്കാർക്കും ജ്യോത്സ്യന്മാർക്കും ഭൂമിക്കുപരിയിൽ മാർക്കറ്റ് ഉണ്ടാകുന്നത്. ഏതായാലും ഇവിടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കുറിച്ച് പറഞ്ഞ ഒരു പ്രത്യേകതയാണ്. എന്താണ്? മലക്കുകൾ അള്ളാഹുവിന് മുമ്പിൽ ഖൗഫിലാണ്, പേടിയിലും ഭീതിയിലുമാണ് കഴിയുന്നത്. അങ്ങനെയുള്ള മലക്കുകളാണ് അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകൾ എന്നാണ് പറയുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകളുടെ വരെ പ്രത്യേകത അവർ അള്ളാഹുവിനോടുള്ള ഭയപ്പാടിലാണ്. പേടി ഭീതി എന്നുള്ള വിശേഷണം അവർക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണനാണ്, മഹത്വമുടയവനാണ്. അവന് കുറവുകളുടെ ഒരു വിശേഷണമല്ല, ന്യൂനതകളുടെ ഒരു വിശേഷണമല്ല. അള്ളാഹു എല്ലാം
സമ്പൂർണ്ണമാണ് എന്നുള്ളതാണ് ഇവിടെ ഈ ഹദീസ് കൊണ്ടുവന്നതിലൂടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ദേശിക്കുന്നത്. ഇനി നവാസ് ഇബ്നു സംആൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മറ്റൊരു അസറാണ് ഷെയ്ഖ് കൊടുത്തിട്ടുള്ളത്. അതെന്താ? വഅൻ നവാസ് ഇബ്നു സംആൻ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു അൻ യൂഹിയ ബിൽ അംരി തകല്ലമ ബിൽ വഹ്. ഇദാ അറാദല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചാൽ, അൻ യൂഹിയ ബിൽ അംർ, ഒരു കാര്യം വഹയായി നൽകുവാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ തകല്ലമ ബിൽ വഹ്, അല്ലാഹു വഹയ് കൊണ്ട് സംസാരിക്കും. അതോടെ അഖദത്തി സമാവാത്ത് മിൻഹു റജ്ഫ ഔ ഖാല റഅദ ശദീദ, അതോടുകൂടി അല്ലാഹു ആ വഹയ് സംസാരിക്കുന്നതോടുകൂടി വാനലോകം വിറകൊള്ളും. വാനലോകത്ത് ശക്തമായ വിറ, അതാണ് റജ്ഫത്ത് അല്ലെങ്കിൽ റഅദത്ത് ശദീദ, ശക്തമായിട്ടുള്ള വിറയൽ അനുഭവപ്പെടും. എന്തുകൊണ്ട്? ഖൗഫൻ മിനല്ലാഹി അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഖൗഫ് കാരണത്താൽ, പേടി കാരണത്താൽ. അപ്പോൾ വാനലോകം വിറകൊള്ളും എന്നാണ്. എപ്പോൾ? അള്ളാഹു വഹയ് കൊണ്ട് സംസാരിക്കുമ്പോൾ. ഈ വാനലോകം വിറകൊള്ളുക എന്ന് പറഞ്ഞാൽ ആരാ വാനലോകത്തുള്ളത്? ഉമ്മാർ സമാവാത്ത് ആരാ? ആകാശത്തിൽ വസിക്കുന്നവരാരാ? ആകാശത്തിൽ വസിക്കുന്നവർ സിംഹരും അള്ളാഹുവിൻ്റെ മലക്കുകളാണ്. അത്വതി സമ വഹുഖ ലഹ അൻ തഇത്, ആകാശം ശബ്ദമയമാണ്. ശബ്ദമയമാവുക എന്നുള്ളത് ആകാശത്തിന് അർഹപ്പെട്ടതാണ്. എന്തുകൊണ്ടാ? മാഫിയ മൗദി അർബഇ അസാബിഅ, ആകാശത്തിൽ 4 വിരലുകൾ വെക്കാൻ കുത്താൻ ഇടല്ല. ഇല്ല മലക്കുൻ റാക്കിയുൻ ഔ സാജിദ്, അവിടെ ഒന്നുകിൽ ഒരു മലക്ക് റുക്കൂയിലാണ് അല്ലെങ്കിൽ ഒരു മലക്ക് സുജൂദിലാണ്. അപ്പോൾ അങ്ങനെ വാനലോകത്ത് നിറയെ മലക്കുകളെ കൊണ്ട് വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ മലക്കുകളുടെ രോഗമാണ് ഈ വിറക്കൊള്ളുന്നത്. അള്ളാഹു വഹയ് കൊണ്ട് സംസാരിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള പേടിയാൽ. ഫഇദാ സമിഅ ദാലിക അഹ്ലുസ് സമാവാത്ത് സഇഖു വഖറു സുജ്ജദ, അള്ളാഹു വഹയ് കൊണ്ട് സംസാരിക്കുന്നത് ഫഇദാ സമിഅ ദാലിക അഹ്ലുസ് സമാവാത്ത്, വാനലോകത്തുള്ളവർ കേട്ടാൽ സഇഖു, അവർ ചലനമറ്റ്, വഖറു സുജ്ജദ, അള്ളാഹ്ക്ക് സുജൂദിൽ വീഴും, പ്രണമിച്ച് വീഴും എന്നാണ് പറയുന്നത്. അപ്പോൾ വാനലോകത്തുള്ളവർ ഈ വഹയ് സംസാരം കേട്ടാൽ അവർ ചലനമറ്റ് അള്ളാഹുവിന് സുജൂദിൽ വീഴും. ഫയകൂനു അവ്വല മൻ യർഫഉ റഅസഹു ജിബ്രീൽ, അപ്പോൾ ആദ്യമായിട്ട് ആ സുജൂദിൽ നിന്ന് തല ഉയർത്തൽ അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ ആയിരിക്കും. ഫയുകല്ലിമുഹുല്ലാഹു മിൻ വഹയി ബിമാ അറാദ്, അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സംസാരിക്കും. ഫയുകല്ലിമുഹുല്ലാ മിൻ വഹയി, തൻ്റെ വഹയിൽ നിന്ന്, ബിമാ അറാദ്, അള്ളാഹു ഉദ്ദേശിച്ചത് സംസാരിക്കും. സുമ്മ യമുറു ജിബ്രീൽ അലൽ മലായിക, പിന്നീട് ജിബ്രീൽ മലക്കുകളിലൂടെ സഞ്ചരിക്കും. കുല്ലമാ മർറ ബിസമാഇൻ, ഓരോ ആകാശത്തിലൂടെയും ജിബ്രീൽ ചലിക്കുമ്പോഴെല്ലാം സഅലഹു മലായികതുഹ, ആ ആകാശത്തിലെ മലക്കുകൾ ജിബ്രീലിനോട് ചോദിക്കും, മാദാ ഖാല റബ്ബുനാ യാ ജിബ്രീൽ, ജിബ്രീൽ നമ്മുടെ റബ്ബ് എന്താണ് പറഞ്ഞത്? ഫയഖൂലു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഖാലൽ ഹഖ്, അള്ളാഹു ഹക്കിൻ്റെ വചനമാണ് പറഞ്ഞത്. വഹുവൽ അലിയുൽ കബീർ, അള്ളാഹു അൽ അലിയാണ്, അൽ കബീറാണ്, അത്യുന്നതനും മഹാനുമാണ്. ഫയഖൂലൂന കുല്ലുഹും മിസ്ല മാ ഖാല ജിബ്രീൽ, അതോടുകൂടി വാനത്തിൻ്റെ പടയായ മലക്കുകൾ, ഓരോ ആകാശത്തിലുള്ളവർ, ഫയഖൂലൂന കുല്ലുഹും, എല്ലാവരും പറയും, മിസ്ല മാ ഖാല ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ. ഫയൻതഹി ജിബ്രീൽ ബിൽ വഹ്, അങ്ങനെ ഫയൻതഹി ജിബ്രീൽ ചെന്നെത്തും, ബിൽ വഹി, വഹി കൊണ്ട്, ഇലാ ഹൈസു അമറഹുല്ലാഹു അസ്സ വജൽ, ജിബ്രീലിനോട് അള്ളാഹു എവിടേക്കാണോ ആ വഹി എത്തിക്കുവാൻ കൽപ്പിച്ചത് അവിടേക്ക് ചെന്നെത്തും. ഇതാണ് രണ്ടാമത്തെ അസർ ഈ വിഷയത്തിലുള്ളത്. അപ്പോൾ ഇവിടെയും ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നവാസ് ബിൻ സമാനിൽ നിന്നുള്ള ഈ അസർ നൽകിയത് ഇതെന്തിനു വേണ്ടിയാ? ഇത് അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകൾ അള്ളാഹുവിനോടുള്ള ഖൗഫിൽ, പേടിയിൽ കഴിയുന്നവരാണ് എന്നുള്ളത് അറിയിക്കാനാണ്. അപ്പോൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്. അവർ ഇബാദുൽ മുക്രമൂൻ, അത്യാദരണീയരായ അള്ളാഹുവിൻ്റെ ദാസന്മാരാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ, അള്ളാഹു അവരെ കൽപ്പിച്ചതിൽ അവർ
അള്ളാഹുവിനെ ഒരിക്കലും ധിക്കരിക്കുകയില്ല. പിന്നെയോ അവർ തങ്ങൾ കൽപ്പിക്കപ്പെട്ടത് പ്രാവർത്തികമാക്കുന്നവരാണ്. അവർ റബ്ബിനുള്ള ഹംദിലും റബ്ബിനുള്ള തസ്ബീഹിലുമാണ്. ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതി, അല്ലാഹുവിനുള്ള ഇബാദത്തിൽ അഹങ്കരിക്കാത്തവരാണ്. വയസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ, അള്ളാഹുവിന്റെ തസ്ബീഹിൽ കഴിയുന്നവരാണ്, അള്ളാഹ്ക്ക് പ്രണമിച്ച് സുജൂദിൽ വീഴുന്നവരാണ്. ഇതൊക്കെ മലക്കുകളുടെ വിശേഷണങ്ങളാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ സമീപിച്ച് സിദ്ധിച്ച മലക്കുകൾ അവർ തന്നെയും അള്ളാഹുവിനുള്ള ഭയത്തിലും പേടിയിലുമാണ് കഴിയുന്നത്. ആ പേടി, ഭയം എന്നീ സിഫത്ത്, വിശേഷണം അതാർക്കുണ്ട്? മലക്കുകൾക്കുണ്ട്. എന്നാൽ സമ്പൂർണത അതാര് മാത്രം അർഹിക്കുന്നതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം അർഹിക്കുന്നവരാണ്. അതുകൊണ്ട് ആരാണ് ഇബാദത്ത് അർഹിക്കുന്നത്? ഇബാദത്ത് അർഹിക്കുന്നത് സമ്പൂർണനായ, യാതൊരു കുറവും ന്യൂനതയും ഇല്ലാത്ത മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഈ ആശയം അറിയിക്കാനാണ് ഷെയ്ഖ് ഈ അധ്യായം കൊണ്ടുവന്നത്. അതുകൊണ്ട് മനുഷ്യന്മാർ ഇബാദത്ത് ആർക്കാണ് നിർവഹിക്കേണ്ടത്? മലക്കുകൾക്കല്ല, പിന്നെ കുറവും പോരായ്മയുമുള്ള അള്ളാഹുവിൻ്റെ പടപ്പുകൾക്കല്ല, പിന്നെയോ സമ്പൂർണനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് ഇബാദത്തുകൾ കൊണ്ട് മനുഷ്യർ തിരിയേണ്ടതും. അതേപോലെ തന്നെ ഇബാദത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം സമർപ്പിക്കേണ്ടതും അത് അള്ളാഹുവിന് മാത്രമാകുന്നു എന്നത് അറിയിക്കാനാണ് ഈ അധ്യായം ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ എടുത്ത് നൽകിയിട്ടുള്ളത്. ഇവിടെ ഖൗഫിനെ കുറിച്ചാണ് ഷെയ്ഖ് ആയത്തിലും അതേപോലെ 2 അസറുകൾ നൽകിയപ്പോഴും ഉണർത്തിയത്. മലക്കുകൾ അള്ളാഹുവിന് ഖൗഫുള്ളവരാണ്. അപ്പം അള്ളാഹുവിൽ ഖൗഫുള്ളവരായി ജീവിക്കുക എന്നുള്ളത് അത് മഹത്തായ ഒരു ഇബാദത്താണ്, മഹത്തായ പുണ്യാണ്. അള്ളാഹുവിനുള്ള ഖൗഫിൽ കഴിയുക എന്നുള്ളത്. അമ്പിയാക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വയദഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. ആ അമ്പിയാക്കൾ നമ്മളോട് ദുആ ചെയ്യുമായിരുന്നു, റഗബൻ വറഹബ, ആഗ്രഹമുള്ളവരായിട്ടും പേടിയുള്ളവരായിട്ടും, വകാനൂ ലനാ ഖാശിഈൻ, അവർ നമുക്ക് ഭക്തരായിരുന്നു, ഖുശൂ ഉള്ളവരായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഖൗഫിൽ ജീവിക്കുക എന്നുള്ളത് മഹത്തായ ഇബാദത്താകുന്നു. ഇതോടൊപ്പം ഖൗഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താ? പേടി, ഭീതി എന്നൊക്കെ പറഞ്ഞ സ്വഭാവം അതിൽ ചില വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, പേടി എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് പ്രകൃതി ഉള്ള ഒരു കാര്യമാണ്. മനുഷ്യരുടെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട ഒരു പ്രത്യേകതയാണ്, കാര്യമാണ് പേടി എന്നുള്ളത്, ഖൗഫ് എന്നുള്ളത്. ഒരു മനുഷ്യർ അതിൽ നിന്ന് ഒഴിവല്ല. നബിമാർ വരെ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുമ്പോൾ, ഖാല റബ്ബി ഇന്നി ഖതൽതു മിൻഹും നഫ്സൻ ഫഅഖാഫു അൻ യഖ്തുലൂൻ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്, റബ്ബി ഇന്നി ഖതൽതു മിൻഹും നഫ്സ, ഞാൻ ഈജിപ്തിൽ ഒരാളെ വധിച്ചിട്ടുണ്ട്. ഫഅഖാഫു അൻ യഖ്തുലൂൻ, അതുകൊണ്ട് ഈജിപ്ത്യർ, ഫിർഔനും അവൻ്റെ കിങ്കരന്മാരും എന്നെ വധിക്കുമോ എന്നത് ഞാൻ ഭയക്കുന്നു. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ കാണാം, ഖാല റബ്ബി ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയാണ്, റബ്ബി ഇന്നി അഖാഫ്, റബ്ബേ ഞാൻ ഭയക്കുന്നു, അൻ യുകദ്ദിബൂൻ, അവർ എന്നെ കളവാക്കുമോ എന്ന്. അപ്പം പേടി അത് പ്രകൃതിയ മനുഷ്യർക്കുള്ള ഒരു കാര്യമാണ്. അതിൽ നബിമാർ വരെ മുക്തമല്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്
ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതേപോലെ പേടി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമായിട്ട് മനുഷ്യന്മാരെ തേടിയെത്തും. അള്ളാഹു പേടി കൊണ്ട് മനുഷ്യന്മാരെ പരീക്ഷിക്കും. അങ്ങനെ മനുഷ്യന്മാർ പേടിയിൽ കഴിയും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, ഖൗഫ് കൊണ്ട്, ജൂഅ് കൊണ്ട്, പേടി കൊണ്ട്, വിശപ്പ് കൊണ്ട്. വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ, അപ്പോൾ പേടി കൊണ്ട് പരീക്ഷിക്കും അള്ളാഹു. അങ്ങനെ പരീക്ഷണാർത്ഥം മനുഷ്യന്മാരെ പേടി പിടികൂടും. ഇതേപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ട് പേടി മനുഷ്യന്മാരെ തേടി വരും. മനുഷ്യന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഭീതി നൽകി, പേടി നൽകിയിട്ട് മനുഷ്യന്മാരെ ശിക്ഷിക്കും. സൂറത്തു നഹ്ലിൽ അള്ളാഹു പറഞ്ഞില്ലേ, വദറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ ഫകഫറത് ബിഅൻഉമില്ലാഹ് ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ് ബിമാ കാനൂ യസ്നഊൻ. അള്ളാഹു ഒരു നാട്ടിൻ്റെ ഉദാഹരണം പറയാം. വദറബല്ലാഹു മസലൻ ഖറിയതൻ, എന്താ നാട്ടിൻ്റെ പ്രത്യേകത? കാനത്ത് ആമിനത്തൻ മുത്മഇന്ന, അത് നിർഭയമായിരുന്നു, ശാന്തമായിരുന്നു. യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ, ആ നാട്ടിലേക്ക് അതിൻ്റെ ഉപജീവനം എല്ലായിടത്തുനിന്നും സുഭിക്ഷമായി ധാരാളമായി വന്നിരുന്നു. ഫകഫറത് ബിഅൻഉമില്ലാ, പക്ഷേ ആ നാട്ടുകാർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു, അതിനെ അവിശ്വസിച്ചു. ഫഅദാഖഹ അല്ലാഹ്, അപ്പോൾ ആ നാട്ടുകാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആസ്വദിപ്പിച്ചു. ലിബാസൽ ജൂഇ, വിശപ്പിൻ്റെ വസ്ത്രവും, വൽ ഖൗഫ്, പേടിയുടെ വസ്ത്രവും അള്ളാഹു ആസ്വദിപ്പിച്ചു. കാരണം അള്ളാഹിൻ്റെ ശിക്ഷ പേടിയായി, വിശപ്പായി ആ നാട്ടിൽ വന്നു എന്നർത്ഥം. ബിമാ കാനൂ യസ്നഊൻ, അവർ ചെയ്തത് നിമിത്തമായി, കാരണമായി. അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ പ്രകൃതിയാണ് ഖൗഫ്. ചിലപ്പോൾ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ട് വരും, ചിലപ്പോൾ അള്ളാഹുവിൻ്റെ അദാബായിട്ട് വരും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പേടി അത് മനുഷ്യർക്ക് ഉണ്ടാകും. ഇതേപോലെ തന്നെ ഇപ്പം മനുഷ്യരല്ലാത്ത പടപ്പുകൾ, അള്ളാഹുവിൻ്റെ പടപ്പുകൾ, ഇപ്പോൾ മലക്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞ്, അതേപോലെ ജിന്നുകളുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ സൂറത്തു സബയിൽ അള്ളാഹു പറയണില്ലേ, ഫലമ്മ ഖദൈന അലൈഹിൽ മൗത്ത് മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദ്. ഫലമ്മ ഖദൈന അലൈഹിൽ മൗത്ത്, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം മരണം വിധിച്ചപ്പോൾ, മാ ദല്ലഹും അലാ മൗതിഹി, ജിന്നുകൾക്ക് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മരണത്തെക്കുറിച്ച് വിവരം നൽകിയില്ല, ഇല്ല ദാബത്തുൽ അർദ്, ദാബത്തുൽ അർദ് അല്ലാതെ, ചിതലല്ലാതെ. തഅകുലു മിൻസഅതഹു, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഊന്നിപ്പിടിച്ച് നിൽക്കുന്ന വടി ഉണ്ടല്ലോ, അത് ചെതലി തിന്ന്. അങ്ങനെ ഫലമ്മ ഖറ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണപ്പോൾ, തബയ്യനത്തിൽ ജിന്നു, ജിന്നുകൾക്ക് വ്യക്തമായി, അൻലൗ കാനൂ യഅലമൂനൽ ഗൈബ്, അദൃശ്യം തങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ, നിന്യമായ ഈ അദാബിൽ, ശിക്ഷയിൽ നാം കഴിയുമായിരുന്നില്ല. അപ്പോൾ ഇവർ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നോക്കിക്കൊണ്ടാണ് പണിയെടുക്കുന്നത്. ആ പണി തുടരുകയാണ് മരണത്തിന് ശേഷവും. എന്തുകൊണ്ടാണ് പണിയെടുക്കുന്നത്? അവർ അദാബും മുഹീൻ, നിന്യമായ അദാബിൽ അവർ തുടർന്നത് എന്തുകൊണ്ടാണ്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചുള്ള പേടി കൊണ്ടാണ്, ഭീതി കൊണ്ടാണ്. അപ്പം ഇങ്ങനെയുള്ള പേടി, ഇത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരുടെ പ്രകൃതിയിൽ അങ്ങനത്തെ പേടിയുണ്ട്. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ട്, ചിലപ്പോൾ അള്ളാഹുവിൻ്റെ അദാബ്, ശിക്ഷയായി, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അത് ഈ ഭീതി ഉണ്ടായിന്ന് വരും. ഖൗഫ് എന്ന വിഷയം സംസാരിക്കുമ്പോൾ പണ്ഡിതന്മാർ അതിൻ്റെ ഹുക്കുമുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുമ്പോൾ ഖൗഫ് മഹ്മൂദായതുകൊണ്ട് മദ്മൂമായതുകൊണ്ട്. മഹ്മൂദായ ഖൗഫ് എന്ന് പറഞ്ഞാൽ എന്താ? സ്തുത്യർഹമായ പേടി, സ്തുതിക്കപ്പെടേണ്ട പേടി. ആക്ഷേപാർഹമായ പേടിയുണ്ട്, മദ്മൂമായത് എന്നതിന് പറയാം. അയാളുടെ പേടി കാരണത്താൽ ആക്ഷേപിക്കപ്പെടും, അങ്ങനത്തെ പേടിയുണ്ട്.
എന്നാൽ സ്തുതിക്കപ്പെടുന്ന പേടിയുണ്ട്. ഏത് പേടിയാണ് മഹ്മൂദായ പേടി? അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാൻ ഒരാളെ തരപ്പെടുത്തുന്ന പേടി, അതാണ് മഹ്മൂദായ പേടി. എന്താ മദ്മൂമായ പേടിയോ? ആക്ഷേപാർഹമായിട്ടുള്ള പേടിയോ? അത് പലതാണ്. ഷിർക്കായി ഭവിക്കുന്ന പേടിയുണ്ട്. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് ഖൗഫ് സിർ എന്നാണ്. ഖൗഫ് സിർ എന്നാൽ ഖൗഫ് തഅബ്ബുദ്, തഅല്ലുഹ്. അതായത് പണ്ഡിതന്മാർ പറഞ്ഞത്, താൻ ഭയക്കുന്ന പേടിക്കുന്ന വ്യക്തിയോട് എതിര് പ്രവർത്തിക്കുവാൻ ഒരു മനുഷ്യനെ തടുക്കുന്ന പേടി. എന്തുകൊണ്ട്? ഞാൻ അയാളോട് എതിര് പ്രവർത്തിച്ചാൽ എനിക്ക് ദാരിദ്ര്യം ഉണ്ടാക്കും, അയാൾ എന്നെ കൊല്ലും, അല്ലെങ്കിൽ അയാൾ എന്നിലുള്ള ഒരു അനുഗ്രഹം തട്ടിയെടുക്കും തുടങ്ങിയ കാരണങ്ങളാൽ ഒരു മനുഷ്യൻ താൻ ഭയക്കുന്നവരെ പേടിക്കുകയാണെങ്കിൽ അതാണ് ഖൗഫ് സിർ. അതായത് ഒരാൾ ഭയക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ അയാളെ എതിര് പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ എനിക്ക് രോഗം ഉണ്ടാക്കാൻ, എൻ്റെ അനുഗ്രഹങ്ങളെ എന്നിൽ നിന്ന് നീക്കാൻ, എനിക്ക് ദാരിദ്ര്യം കൊണ്ടുവരാൻ, എനിക്ക് ഉപദ്രവം ഏൽപ്പിക്കാൻ അയാൾക്ക് കഴിയും. അതിനാൽ ഒരാളെ പേടിക്കുക. ഇതാണ് ഖൗഫു തഅല്ലുഹ് അല്ലെങ്കിൽ ഖൗഫു തഅബ്ബുദ്. ഈ പേടിയെക്കുറിച്ചാണ് പണ്ഡിതന്മാർ ഇതാണ് ഷിർക്ക് എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ പേടി നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ് ഉണ്ടാകേണ്ടത്. കാരണം അള്ളാഹ്ക്കേ അതിന് കഴിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ചാണ് ഈ ഭീതിയും പേടിയും ഉണ്ടാകേണ്ടത്. ഇങ്ങനെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക എന്നുള്ളത് അതാണ് മഹത്തായ ഖുർബത്ത്, മഹത്തായ ഇബാദത്ത്. ഈ ഭീതി അള്ളാഹു അല്ലാത്തവരിലേക്ക് വല്ലവരും വകവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഷിർക്കാകുന്നു. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞില്ല, ഇന്ന ഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹതിനാ ബിസു. ഹൂദ്, ഞങ്ങളുടെ ആലിഹത്ത് ഇലാഹുകൾ മോശമായി നിനക്ക് കുരുത്തക്കേടുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറയല്ലേ. അപ്പോൾ ഈ ആലിഹത്തിനെ കുറിച്ച് ഹൂദിൻ്റെ ജനതക്കുള്ള വിശ്വാസം എന്താ? അതിനെക്കൂട് എതിര് പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ, അതിനെ എതിർത്തിട്ടുണ്ട് എങ്കിൽ, എതിർക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ ആലിഹത്തിന് കഴിയും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അപ്പം ഇങ്ങനെയുള്ള പടപ്പുകളെക്കുറിച്ചുള്ള ഭീതി, അതാണ് ഷിർക്കായത്. എന്നാൽ ഷിർക്കാകാത്ത, എന്നാൽ ഹറാമാകുന്ന, ഹറാം എന്ന വിധി പറയാവുന്ന ഖൗഫുണ്ട്, പേടിയുണ്ട്. അതിനാൽ ഖൗഫുൽ മുഹറം, ഹറാമായ പേടി, മുഹറമായ ഖൗഫ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ആളുകൾ പടപ്പുകളെ പേടിച്ചിട്ട് തൻ്റെ മേൽ ബാധ്യതയായ കാര്യങ്ങൾ ചെയ്യാതിരിക്കും. ഇപ്പം നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക മഹത്തായ പുണ്യകർമ്മമാണ്. ചില ആളുകൾ എന്ത് ചെയ്യും? ജനങ്ങളെ പേടിച്ചിട്ട് അതിന് വിട്ടു നിൽക്കും. ഈ പേടി അത് ഹറാമാണ്. അടർക്കളത്തിൽ യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു,
അല്ല, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതുമുൽ ലദീന കഫറൂ സഹ്ഫൻ ഫലാ തുവല്ലൂഹുമുൽ അദ്ബാർ വമൻ യുവല്ലിഹിം യൗമഇദിൻ ദുബുറഹു ഇല്ലാ മുതഹർരിഫൻ ലിഖിതാലിൻ ഔ മുതഹയ്യിസൻ ഇലാ ഫിഅ ഫഖദ് ബാഅ ബിഗദബിൻ മിനല്ലാഹ് വമഅവാഹു ജഹന്നം വബിഇസൽ മസീർ. മുസ്ലിം സൈന്യവും ശത്രു സൈന്യവും മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടാൻ പാടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഒരു യുദ്ധതന്ത്രം എന്ന നിലക്കോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽപ്പെട്ട മറ്റൊരു കക്ഷിയിലേക്ക് ചെന്ന് ചേരാനെന്ന നിലക്കോ അല്ലാതെ, സൈന്യത്തിൽ തന്നെ ഒരു വിഭാഗത്തിലേക്ക് ചെന്ന് ചേരാനല്ലാതെ ഒരിക്കലും യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടാൻ പാടില്ല. എപ്പോഴാണ് പിന്തിരിഞ്ഞോടുക? ശത്രുവിനെ പേടിച്ചിട്ടാണ്. അപ്പോൾ ശത്രുവിനെ പേടിച്ച് യുദ്ധം ചെയ്യാതെ പിന്തിരിഞ്ഞോടുന്നതിന് അള്ളാഹു വിരോധിക്കുകയാണ്. ഈ പേടി എന്താ? ഇതാണ് അൽ ഖൗഫുൽ മുഹറം, ഹറാമായ പേടി. ഈ പേടിയെക്കുറിച്ച് ശിർക്കിൻ്റെ പേടി എന്ന് പറയില്ല. പിന്നെയോ ഇതാണ് ഹറാമായ പേടി എന്നാണ് പറയുക. ഇതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഖൗഫു തബീഇ, പ്രകൃതി കണ്ടാണ് പേടി. മനുഷ്യന്മാരെന്ത് ചെയ്യും? ശത്രുക്കളെ പേടിക്കും, വന്യമൃഗങ്ങളെ പേടിക്കും. ഇതേപോലെ പല പടക്കളെയും പേടിക്കും. പ്രകൃതി ഉണ്ടാവും. ഇത് ആക്ഷേപാർഹമല്ല. ഇപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് തന്നെ നമ്മൾ സൂറത്ത് ഖസസിൽ വായിക്കണില്ലേ? ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്, കരുതലോട് കൂടിയിട്ടാണ് ഈജിപ്തിൽ നിന്ന് പേടിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പുറപ്പെട്ടതെന്ന് പറയാം. പേടിച്ചുകൊണ്ടാണ് പുറപ്പെടുന്നത്, സൂക്ഷിച്ച് കാല് വെച്ചിട്ടാണ് പോണത്. അപ്പം ആ പേടി എന്താ? അത് മനുഷ്യ പ്രകൃതിയാണ്. അതേപോലെ തന്നെ ഫഔജസ ഫീ നഫ്സിഹി ഖീഫതൻ മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് തൻ്റെ കയ്യിലുള്ള വടി നിലത്തിടാൻ പറഞ്ഞപ്പോൾ നിലത്തിട്ട് അത് പാമ്പായി ഇഴയണത് കണ്ടപ്പോൾ നഫ്സിൽ പേടി കുടുങ്ങി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതെന്താ? ഇത് തബീഅത്തിലുള്ള പ്രകൃതിയ മനുഷ്യർക്കുണ്ടാകുന്ന പേടിയാണ്. ഈ പേടിയുടെ പേരിൽ മനുഷ്യൻ ഒരു ഹറാം പ്രവർത്തിച്ചു എന്നോ അല്ലെങ്കിൽ അത് ഷിർക്കിൻ്റെ പേടിയാണെന്നോ പറയപ്പെടാൻ പാടുള്ളതല്ല. അതിൽ മനുഷ്യൻ ആക്ഷേപിക്കപ്പെടുകയും ഇല്ല. ചില പണ്ഡിതന്മാർ പേടിൻ്റെ മറ്റൊരു ഇനം പറഞ്ഞിട്ടുണ്ട്, അൽ ഖൗഫുൽ വഹമി. എന്താ ഈ ഖൗഫുൽ വഹമി പറഞ്ഞാൽ? ഒരു കാരണമല്ലാതെ പേടിക്കുക മനുഷ്യന്മാർ. ചില മനുഷ്യന്മാർ പേടിയിലായിരിക്കും. എന്താ കാരണം? ഒരു കാരണം ഉണ്ടാവില്ല. അതാണ് മനുഷ്യന്മാരെ ഭീരുവാക്കുന്നത്. ചില പണ്ഡിതന്മാർ ഈ ഖൗഫുൽ വഹമി ഉണ്ടല്ലോ, തോന്നൽ പേടി, ഉപരിക്കൊക്കെ ഒരു തോന്നലാണ്, അതിനെ തുടർന്ന് പേടിയാണ്. ഇതാണ് മനുഷ്യനെ ഭീരുവാക്കുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജുബ്നിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷക്ക് തേടിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ൽ, അള്ളാഹുവെ പിശുക്കിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഒരു മനുഷ്യനെ ഭീരുവാക്കണത് ഏതാ? ഈ അൽ ഖൗഫുൽ വഹ്മിയാണ്. അപ്പം ഇങ്ങനെ ഖൗഫിന് ചില ഇനങ്ങളുണ്ട്. പേടിയെല്ലാം ഒരുപോലല്ല. എല്ലാ പേടിയും ഷിർക്ക് എന്ന് പറയപ്പെടാവുന്നതല്ല. എല്ലാ ഖൗഫ് പേടിയും അത് ഹറാമാണെന്ന് പറയപ്പെടാൻ ഉള്ളതല്ല. എന്നാൽ എല്ലാ ഖൗഫും അത് പ്രകൃതിയ ഉള്ള ഖൗഫാണ് എന്ന് വിധിക്കാനും പാടുള്ളതല്ല. ഷിർക്കാവുന്നതുണ്ട്, നമ്മൾ ഉണർത്തി, ഹറാമാകുന്നതുണ്ട്, മനുഷ്യന്മാർ ആക്ഷേപിക്കപ്പെടാൻ പാടില്ലാത്ത തബീയത്തിലുള്ളതായ ഖൗഫും ഉണ്ട്. ഇതാണ് ഖൗഫുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ ഉണർത്തുവാൻ ഉദ്ദേശിച്ചത്. ജിന്ന് പിശാചുക്കളുടെ വിഷയത്തിൽ വരെ നമ്മൾ അള്ളാഹുവിനോട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ഒരാൾ ഉറക്കത്തിൽ പേടിച്ചിട്ടുണ്ട് എങ്കിൽ ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് മിൻ ഗദബിഹി വ ഇഖാബിഹി വ ശർരി ഇബാദിഹി
വമിൻ ഹമസാത്തി ഷയാത്തീൻ വ അൻ യഹ്ദുറൂൻ. എന്താ, ഒരാൾ ഉറക്കത്തിൽ പേടിച്ചാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്ത്, അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങളിൽ ഞാൻ അഭയം തേടുന്നു. മിൻ ഗളബിഹി, അള്ളാഹുവിൻ്റെ ദേഷ്യത്തിൽ നിന്ന്, വ ഇഖാബി, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, വ ശർരി ഇബാദിഹി, അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ മോശക്കാരായവരിൽ നിന്ന്, വമിൻ ഹമസാത്തി ഷയാത്തീൻ, ശൈത്താന്മാരുടെ കുത്തുകളിൽ നിന്ന്, വ അൻ യഹ്ദുറൂൻ, ശൈത്താന്മാർ എൻ്റെ അടുക്കൽ സന്നിഹിതരാകുന്നതിൽ നിന്ന്. ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങളിൽ അഭയം തേടുകയാണ്. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫഇന്നഹാ ലൻ തദുറഹു, ഈ ശൈത്താന്മാർ ഈ മനുഷ്യനെ ഉപദ്രവിക്കുകയില്ല, ഉപദ്രവമായിട്ട് വർത്തിക്കുകയില്ല എന്നാണ്. ഹദീസ് സഹീഹാണ്. അപ്പോൾ ഇവിടെ എന്തിനാ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടുന്നത്? രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടുന്നത് പേടിയിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി തേടുകയാണ്. പിശാചുക്കൾ കുത്തുന്നതിൽ നിന്നും, പിശാചുക്കൾ തൻ്റെ അടുക്കൽ സന്നിഹിതരാകുന്നതിൽ നിന്നും രക്ഷയ്ക്ക് വേണ്ടി തേടുകയാണ്. അത് പേടിയാലാണ്. ഈ പേടി ഇത് ഷിർക്ക് എന്ന് വിധിക്കപ്പെടുന്ന പേടിയല്ല, ഇത് മനുഷ്യന്മാരുടെ പ്രകൃതിയാൽ ഉണ്ടാകുന്ന പേടിയാണ്. അങ്ങനെയുള്ള ഭീതിയിൽ ഇത്തരം കലിമത്തുകൾ, ദുആകൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അവ അവനെ ഉപദ്രവിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ ഖൗഫുമായി ബന്ധപ്പെട്ടുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞതായ ഈ വിഭജനം ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിന്? ഷിർക്കല്ലാത്തൊരു സംഗതിക്ക് ഷിർക്ക് എന്ന ഹുക്ം പറയാതിരിക്കാൻ, അല്ലെങ്കിൽ ഷിർക്ക് എന്ന് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ. ഹറാമായ ഒന്ന് അത് ഹറാമല്ല എന്ന് പറയാതിരിക്കാൻ, അല്ലെങ്കിൽ ഹറാമല്ലാത്തതിനെ ഹറാം എന്ന് പറയാതിരിക്കാൻ. ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ ഹുക്കുമുകളും അതേപോലെ തന്നെ അതിൻ്റേതായ വസ്ഫുകളും അത് നൽകപ്പെടുന്നതിന് വേണ്ടി. അപ്പോൾ മനുഷ്യന്മാരെന്ത് ചെയ്യൂല? മനുഷ്യന്മാർ ഈ വിഷയങ്ങളിൽ തെറ്റിപ്പോകുന്നതായ അവസ്ഥ ഉണ്ടാവുകയില്ല. ഇത് ഖൗഫുമായി അനുബന്ധമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ ഉണർത്തിയെന്ന് മാത്രം. നമ്മുടെ അധ്യായം കിതാബ് തൗഹീദിൽ മലക്കുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ നിന്ന് പേടി നീങ്ങിയാൽ മലക്കുകൾ പറയും എന്ന് പറഞ്ഞു. അപ്പോൾ മലക്കുകൾ പോലും അള്ളാഹുവിനുള്ള പേടിയിലും അള്ളാഹുവിനോടുള്ള ഭീതിയിലുമാണ് കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഭീതിയും പേടിയും ഒന്നുമില്ലാത്ത മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് സമ്പൂർണ്ണൻ, അവനാണ് മഹത്വത്തിൻ്റെ എല്ലാ വിശേഷണങ്ങളും, സമ്പൂർണ്ണതയുടെ എല്ലാ വിശേഷണങ്ങളും. അള്ളാഹുവിനെ മാത്രമായിരിക്കണം അടിയാറുകൾ അവരുടെ ഇബാദത്തുകൾ കൊണ്ട് ഏകനാക്കേണ്ടത്. അവരുടെ നമസ്കാരം, അവരുടെ ദുആ, അവരുടെ സഹായത്തേട്ടം, അവരുടെ രക്ഷാത്തേട്ടം, അവരുടെ അഭയത്തേട്ടം, അവരുടെ ഖൗഫ്, അവരുടെ ഖശിയത്ത്, അവരുടെ റഹബ്, അവരുടെ തവക്കുൽ, ഇതെല്ലാം അവർ അള്ളാഹുവിന് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമാക്കി കഴിക്കണം അവർ ജീവിക്കേണ്ടത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറാത്തുകൾക്ക് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സത്യദീനിൽ അവൻ നമുക്ക് എല്ലാവർക്കും ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ വല്ല വീഴ്ചകളും തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ മേലായ റബ്ബ് അവൻ്റെ മഹത്തായ മഹബ്ബായ ഫളിലാൽ നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.